ഗുഡ് മോർണിംഗ് ഫ്യൂച്ചർ മാനേജേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ മേജേഴ്സർ. സോ ഇന്ന് നമ്മളെ സീരീസിൻ്റെ 15ാമത്തെ വീഡിയോയിലോട്ടാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലാത്തവർ ഇത് ഡയറക്റ്റ് വന്ന് കണ്ടിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ഇതിൽ തന്നെ പറയാൻ പോകുന്നത് ഫാക്ടോറിയൽസിനെ പറ്റിയാണ്. എന്താണ് ഫാക്ടോറിയൽസിനെ പറ്റിയെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. സോ നമ്മൾ ഈ പ്ലേ ലിസ്റ്റ് വെച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ ബേസ് ടു അഡ്വാൻസ് കാറ്റ് എക്സാമും ഏതൊരു എക്സാം ആയാലും, അതർ MBA എക്സാംസ് ആയാലും, SSC ആയാലും, ബാങ്ക് ആയാലും, ഏതൊരു എക്സാംസിനുള്ള എല്ലാ ബേസിക് ടു അഡ്വാൻസും ഇതിൻ്റെ അകത്തോടുണ്ട്. അപ്പം ഇത് കയറി കണ്ട് നിങ്ങൾക്ക് തറവാക്കിയിട്ട് കണ്ടിന്യൂ ചെയ്യുക. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ മിക്ക ആളുകളും ചെയ്യുന്ന ഒരു മണ്ടത്തരമാണ്. ഞാൻ കഴിഞ്ഞ വട്ടം പറഞ്ഞു തന്നതുപോലെ നമ്മൾ കണ്ടുപിടിക്കണ പോലെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണതുപോലെ തന്നെ നമ്മൾ തന്നെ 6 വെച്ച് ചെയ്യും. സോ നമുക്ക് എത്ര 5 6 വെച്ച് ചെയ്യും. നമ്മൾ 5 എന്നെടുത്ത് എഴുതി വയ്ക്കും. ഇത് ഭയങ്കര വലിയ തെറ്റാണ്. ഇങ്ങനെ ഒരിക്കലും നമുക്ക് എഴുതാൻ പറ്റില്ല. കാരണം നമുക്ക് ഇവിടുത്തെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂസ് എപ്പോഴും പ്രൈം നമ്പേഴ്സ് മാത്രമേ ആവാൻ പാടുള്ളൂ. ഓൺലി പ്രൈം നമ്പേഴ്സാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രൈം നമ്പേഴ്സ് ആണെങ്കിൽ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടില്ലേ അത് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. സോ പക്ഷേ 6 വരെ ആണെങ്കിൽ 6 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ അല്ല. സോ അങ്ങനെയുള്ള നമ്പേഴ്സ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. സോ നമ്മൾ ഫാക്ടോറിയൽസിൻ്റെ രണ്ടാമത്തെ വീഡിയോ അല്ലേ, രണ്ടാമത്തെ വീഡിയോ ആണ് അല്ലേന്നല്ല ആണ്. സോ നമ്മൾ 6നെ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 2 × 3 അല്ലേ, 2⁻1 3⁻1. സോ നമ്മൾ ആദ്യം എന്തോ ചെയ്യും, ആദ്യം കണ്ടുപിടിക്കാൻ നമ്മൾ ഹയസ്റ്റ് പവർ ഓഫ് 6 കണ്ടുപിടിക്കണ്ടേ. ഹയസ്റ്റ് പവർ ഓഫ് 6 കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ഹയസ്റ്റ് പവർ ഓഫ് 2 കണ്ടുപിടിക്കും, പിന്നെ ഹയസ്റ്റ് പവർ ഓഫ് 3 കണ്ടുപിടിക്കും. അത് 2 × 3 അല്ലേ, 2 × 3 അല്ലേ 6. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കണം, മനസ്സിലായോ? സോ ആദ്യം നമ്മൾ 2നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. പ്രൈം ഫാക്ടറൈസേഷൻ അല്ല ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ വട്ടം പറഞ്ഞായിരുന്നു നമ്മൾ എന്തായിരുന്നു ചെയ്യുന്നതെന്ന്. നമ്മൾ ഇപ്പം 30 ആണ് എടുക്കണമെങ്കിൽ 30/2. സോ എത്ര 15നെ വീണ്ടും 2 വെച്ച് ചെയ്യും. അപ്പോൾ എത്ര 7നെ പിന്നെയും 2 വെച്ച് ചെയ്യും. സോ 3 പിന്നെയും 2 വെച്ച് ചെയ്യുമ്പം 3/2 അതിൻ്റെ 2 എടുക്കും. അപ്പം 1 എന്ന് വരും. അപ്പോൾ നമ്മൾ ഇതിനെ എല്ലാത്തിനെയും കൂടി കൂട്ടും അല്ലേ. അങ്ങനെയല്ലേ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞത്. അത് തന്നെ 26. സോ 2⁻26 എന്ന് നമുക്ക് കിട്ടും. ഹയസ്റ്റ് പവർ ഓഫ് 2 എന്ന് പറയുന്നത് എത്രയാണ്, 26 ആണ്. സോ അടുത്ത് നമുക്ക് 3 എങ്ങനെ കണ്ടുപിടിച്ചിട്ട് പറയാം എനിക്ക്. സോ 30/3 ദെൻ അതിങ്ങനെ പോവുകയാണ്. സോ 10 വീണ്ടും 3 വെച്ച് ചെയ്യാൻ പറ്റും. 9 ദെൻ 3 3 1. സോ ഇത് മൂന്നും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും, 10 + 3 + 1 = 14. സോ ഹയസ്റ്റ് പവർ ഓഫ് 3 എത്രയാണ്, 3⁻14 ആണ്. 14 ആണ് നമ്മൾ ഹയസ്റ്റ് പവർ. നമുക്കിപ്പോൾ ഒരു പ്രൈം നമ്പർ അല്ലാത്തൊരു വാല്യൂ തരാണെങ്കിൽ അതിൻ്റെ പവർ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 2 × 3 അല്ല, അതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് അതിൻ്റെ പ്രൈം നമ്പേഴ്സ് ആക്കുന്നു. സോ അതിനുശേഷം നമ്മൾ ഡയറക്റ്റ്ലി കയറി 6 വെച്ചിട്ട് നമ്മൾ ആ ഹയസ്റ്റ് പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ട്രിക്ക് യൂസ് ചെയ്യല്ല. അത് വെറും മണ്ടത്തരമാണ്. നമ്മൾ ആ ട്രിക്ക് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് പ്രൈം നമ്പേഴ്സിന് വേണ്ടി മാത്രമാണ്. സോ നമ്മൾ 6നെ പ്രൈം നമ്പേഴ്സ് ആക്കുന്നു, 2 × 3 എന്നാക്കുന്നു. അതിന് നമ്മൾ ഹയസ്റ്റ് പവർ ഓഫ് 2 കണ്ടുപിടിക്കുന്നു. ഹയസ്റ്റ് പവർ ഓഫ് 2 കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെ കണ്ടുപിടിക്കും. 30/2 ചെയ്യുമ്പോൾ ഇത് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്ന അതേ ഫോമാണ്. സോ 2 കിട്ടും. ഇവിടെ 14 ആണെങ്കിലല്ലേ നമ്മൾ 2 വെച്ച് ചെയ്യുള്ളൂ പൊതുവേ. എന്നാൽ ഇവിടെ 15 ആണെങ്കിൽ 2 വെച്ച് ചെയ്യുക, 14ൻ്റെ വാല്യൂ എടുക്കുക, അതിൻ്റെ താഴെയുള്ള വാല്യൂസ് എടുക്കുക. നമ്മൾ ഡിവിഷൻ തന്നെ ഡിവൈഡഡ് ബൈ, അപ്പോൾ 7 കിട്ടും. ദെൻ 2 3 2 1. സോ ഇതിൻ്റെ ഈ റൈറ്റ് സൈഡിലുള്ള എല്ലാ വാല്യൂസിനെയും കൂടി കൂട്ടുമ്പോൾ നമ്മൾ വാല്യൂ കിട്ടും, ഹയസ്റ്റ് പവർ കിട്ടും, 26 എന്ന് കിട്ടി അല്ലേ. അതേപോലെ തന്നെ നമ്മൾ 3 ചെയ്യും. അപ്പോൾ നമുക്ക് 3⁻14 കിട്ടും. അപ്പോൾ നമ്മൾ ഹയസ്റ്റ് പവർ ഓഫ് 6 എങ്ങനെ കണ്ടുപിടിക്കും, നമ്മൾ 2 × 2 ചെയ്യണതല്ലേ 6. അതിന് 2 × 6 അടുത്ത് ചെയ്യുമ്പം 6 കിട്ടും. അങ്ങനെ ചെയ്ത് ഒരു 14 വട്ടം നമ്മൾ 2 × 6 ചെയ്യുമ്പോഴല്ലേ നമ്മൾ ഹയസ്റ്റ് പവർ കിട്ടുന്നത്. കാരണം നമ്മൾ 2⁻14ഉം നമ്മൾ 2⁻28 അല്ലേ, 26ഉം 3⁻14ഉമാണ്. ഇത് രണ്ടും കൂടി 2 × 3 ചെയ്യുമ്പോഴല്ലേ 6 കിട്ടണം. അങ്ങനെ രണ്ടിലും കോമൺ ആയിട്ടുള്ള നമ്പർ നമ്മൾ ഹയസ്റ്റ് പവർ നമ്മൾ എടുക്കും. ഇതിലിപ്പം കോമൺ ആയിട്ടുള്ളത് ഏറ്റവും ചെറുത് 14ആണ്. സോ 14 രണ്ടിലും പോകും. അപ്പോൾ നമുക്ക് എഴുതാം 6⁻14 ആണ് നമ്മുടെ ആൻസർ, മനസ്സിലായി. അപ്പം ഹയസ്റ്റ് IGP = 16 എത്രയാണ്, 14 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. IGP എന്തോന്നാണ്, ഇൻഡെക്സ് ഓഫ് ദി ഹയസ്റ്റ് പവർ, അതിനാണ് നമ്മൾ IGP എന്ന് എഴുതുന്നത്. സോ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ആദ്യം എന്തോ ചെയ്യണം, പ്രൈം ഫാക്ടറൈസ് ചെയ്യണം.
അതിനുശേഷം നമ്മൾ പ്രൈം ഫാക്ടേഴ്സിൻ്റെ ഗ്രേറ്റസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കണം. ഗ്രേറ്റസ്റ്റ് വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയതെന്ന് പറയുമ്പം 2^26 ആൻഡ് 3^14 അല്ലേ. അപ്പം 6^14 ആ 14 നമ്മൾ എങ്ങനെ എടുത്തു? ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള പവറാണ് നമ്മൾ എടുത്തത്. കാരണം 2 × 3 അല്ലേ 6, അതുകൊണ്ടാണ് നമ്മൾ കോമൺ ആയിട്ടുള്ളത്. ഏത് വരെ പോകും? 2 × 2^14 3^14. അപ്പോൾ അത്രയും വരെ നമുക്ക് പോവുള്ളൂ. അതിനുശേഷം നമുക്ക് 2 മാത്രമേ റിപ്പീറ്റ് ആയിട്ട് പോവുള്ളൂ, 3 പിന്നെ വരൂല. മനസ്സിലായോ? സോ സെയിം മെത്തേഡിൽ നമുക്ക് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം 15 ഒരു പ്രൈം നമ്പർ ആണോ? അല്ല. സോ അപ്പോൾ നമ്മൾ 15 സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ എഴുതും? 3 × 5 എന്ന് എഴുതും. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാനുള്ള രീതി നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ആദ്യം എന്തോന്ന് ചെയ്യണം? ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് 3 കണ്ടുപിടിക്കണം, ദെൻ ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് 5 കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് 3 കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കും? 100/3 ദെൻ സോ അപ്പോൾ എത്ര കിട്ടും? 33 എന്ന് കിട്ടും. പിന്നെ വീണ്ടും 3 വെച്ച് ചെയ്യുമ്പോൾ 11 ദെൻ വീണ്ടും 3 9 എത്ര വട്ടം പോകും? 3 ദെൻ 3 1. സോ ഇതെല്ലാം കൂടി നമ്മൾ കൂട്ടണം അല്ലേ. 33 + 11 + 3 + 1 അപ്പോൾ എത്ര കിട്ടും? 40 44 47 48 എന്ന് കിട്ടും. സോ നമുക്ക് അടുത്ത് ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് 5 കണ്ടുപിടിക്കാം. ഗ്രേറ്റസ്റ്റ് പവർ എന്ന് പറയുമ്പം 100/5 ദെൻ 20 വീണ്ടും നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 5 4. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും? 24 എന്ന് കിട്ടും. സോ നമ്മൾ ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് 5 എന്ന് പറയുമ്പോൾ 5^24ഉം ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് 3 എന്ന് പറയുമ്പോൾ 3^48. സോ നമുക്ക് എന്തോന്ന്? 3^48 × 5^24. സോ നമ്മൾ 15ൻ്റെ ഗ്രേറ്റസ്റ്റ് പവർ എത്ര? 15ൻ്റെ ഗ്രേറ്റസ്റ്റ് പവർ എന്ന് പറഞ്ഞാൽ 15^24 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഇത് രണ്ടിലും കോമൺ ആയിട്ട് നമുക്ക് 3 × 5 എന്ന് ചെയ്യാൻ പറ്റണം. എത്ര വരാം? 3^24 വട്ടം മാത്രമേ നമുക്ക് 3 × 5 ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ 24 വട്ടം എടുത്തത്. അതിനുശേഷം നമുക്ക് 5 ഇല്ല. മനസ്സിലായോ? സോ നമ്മൾ ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ഇൻഡെക്സ് ഓഫ് ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് 15 എന്ന് പറയുന്നത് എത്രയാണ്? 24 ആണ്. മനസ്സിലായ? എന്ത് നല്ല എളുപ്പമെന്ന് നോക്കിയേ. ചുമ്മാ നമ്മൾ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് സമയം കളയണ്ടല്ലോ. ഒരു മിനിറ്റ് പോലും വേണ്ട ഈ ക്വസ്റ്റ്യനൊക്കെ കിട്ടിയാൽ ചെയ്യാൻ വേണ്ടി. ഇതൊക്കെ മിക്കവാറും തീറ്റ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇതെല്ലാം തീറ്റ ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കവാറും കിട്ടുന്നത്. കിട്ടിയ ഉടനെ അടുത്ത് എഴുതിക്കോ, ഭയങ്കര ഈസിയാണ്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഹയസ്റ്റ് പവർ ഓഫ് 10. അപ്പോൾ നമ്മൾ ഹയസ്റ്റ് പവർ ഓഫ് 10 ചെയ്യുമ്പോൾ നമ്മൾ 10നെ 2 ചെയ്യും. 10 നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പം 2 × 5 എന്ന് കിട്ടും. സോ 100നെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാണ് 2 വെച്ചിട്ട് അല്ലേ. ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് 2 ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. 50 ദെൻ 2 25 വീണ്ടും 2 ചെയ്യുമ്പം 12 എന്ന് കിട്ടും. പിന്നെയും 2 ചെയ്യുമ്പം 6 എന്ന് കിട്ടും. എഗെയിൻ 2 3 എന്ന് കിട്ടും. എഗെയിൻ 2 1 എന്ന് കിട്ടും. സോ നമ്മൾ ഇതെല്ലാം കൂടി പ്ലസ് ചെയ്യും അല്ലേ. അതുപോലെ നമ്മൾ വാല്യൂസ് കിട്ടണം. 50 + 25 + 12 + 6 + 3 + 1 അല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ 75 85 85 87 93 96 97 എന്ന്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 97 എന്ന് കിട്ടി. സോ വീണ്ടും നമുക്ക് 100നെ 5 വെച്ച് ചെയ്യാം. സോ 20 വീണ്ടും 5 വെച്ച് ചെയ്യുമ്പോൾ 4 അല്ലേ. അപ്പോൾ നമ്മൾ 20 + 4 എത്രയാണ്? 24. അപ്പോൾ നമ്മൾ ഉടനെ എഴുതി വെച്ചോ. ഹയസ്റ്റ് പവർ ഓഫ് 10 = 24 എന്ന് നമുക്ക് കിട്ടി അല്ലേ. കാരണം എന്താണ്? 10^24 അല്ലേ. കാരണം നമ്മൾ 5^24ഉം 2^97 ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള ഏതാണ്? 24. കാരണം 2^24 നമുക്ക് 97 നിന്ന് എടുക്കാൻ പറ്റും അല്ലേ. സോ നമ്മൾ ആൻസർ എത്രയാണ്? ഹയസ്റ്റ് പവർ ഓഫ് 10 എത്രയാണ്? 24 ആണ്. മനസ്സിലായ? എന്തെളുപ്പം നോക്കിയേ. സോ നമ്മളടുത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാണ്. ഹയസ്റ്റ് പവർ ഓഫ് 7 in 350. 7 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ അല്ലേ. സോ നമുക്ക് വേറെ വല്ലതും ചെയ്യണോ? വേണ്ട. സോ 350/7 അതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ പോവുകയാണ്. അപ്പം എത്ര വട്ടമാണ്? 50 അല്ലേ. 35 × 5 7 × 5 എത്ര? 35 അല്ലേ. സോ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വീണ്ടും 7 എടുക്കും. സോ 7 49 പറഞ്ഞുകൊണ്ട് 7. സോ എഗെയിൻ 7 1. സോ ഇത് മൂന്നും കൂടി കൂട്ടുമ്പോൾ എത്ര? 50 + 7 + 1 എത്ര? 58 എന്ന് കിട്ടും. സോ നമ്മൾ ഹയസ്റ്റ് പവർ ഓഫ് 7 എന്ന് പറയുന്നത് എത്രയാണ്? 58 ആണ്. മനസ്സിലായ? ഹയസ്റ്റ് പവർ ഓഫ് 7 എന്ന് പറയുന്നത് 58 ആണ്. കാരണം 7^58 ആണ്. എന്ത് ഈസി എന്ന് നോക്കിയേ. ഇതാണ് പാടെന്ന് പറഞ്ഞ് മിക്കവരും വിടണ ഒരു ക്വസ്റ്റ്യൻ.